സർക്കാരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ കൃഷി നശിപ്പിച്ചു. പാലക്കാട് ചാലിശ്ശേരിയിലെ ഏതാനും കർഷകരാണ് ഞാറ്റടി മരുന്ന് തളിച്ച് കൃഷി നശിപ്പിച്ചത്. ഏതാനും ദിവസം മുമ്പ് ഒന്നാം വിള കൃഷി ഇറക്കാൻ ആവാതെ ജില്ലയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി, കോതമംഗലം എന്നിവിടങ്ങളിലെ കർഷകരാണ് സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാറ്റടികളിൽ മരുന്ന് തളിച്ച് നശിപ്പിച്ചത്. ഒന്നാം വിള കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികളാണ് വിഷം തളിച്ച് നശിപ്പിച്ചത്. രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം സർക്കാർ നൽകാത്ത സാഹചര്യത്തിലായിരുന്നു കർഷകരുടെ പ്രതിഷേധം. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ ഒന്നാം വിള കൃഷി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി, അതുപോലെ കോതമംഗലം, അങ്ങനെ 20 ഏക്കറിൽ ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ കഴിഞ്ഞ മുണ്ടകം സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിന് ഒരു ഉറപ്പ്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മളിത് ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകൻ്റെ ഗതികേട് കൊണ്ട് ചെയ്യണതാണ്. നെല്ല് സംഭരിച്ച ഇനത്തിൽ ജില്ലയിലെ കർഷകർക്ക് ലക്ഷങ്ങളാണ് സർക്കാർ നൽകാനുള്ളത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ 3 ദിവസത്തിനകം PRSഉം 15 ദിവസത്തിനകം നെല്ലിന്റെ വിലയും നൽകാമെന്നായിരുന്നു മന്ത്രി MP രാജേഷും GR അനിലും കർഷകർക്ക് നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വാക്ക് പാഴ്വാക്കായി. ഏതാനും ദിവസം മുമ്പ് ഓപ്പൺ മാർക്കറ്റിൽ നെല്ലുവിറ്റ കർഷകൻ ഒന്നാം കൃഷി ഇറക്കാൻ പണമില്ലാതെ ആത്മഹത്യ ചെയ്യുക വരെ ചെയ്തു. എന്നിട്ടും സർക്കാർ നെല്ലിന്റെ വില കൊടുത്തു തീർക്കുന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ജനം, പാലക്കാട്.